ഹലോ, ഇന്ന് നമ്മൾ ഒരു ട്രഡീഷണൽ ആയിട്ടുള്ള ഐറ്റമാണ് ചെയ്യുന്നത്. കൊഴുക്കട്ടയ്ക്ക് എന്താ ഇപ്പോൾ പ്രത്യേകത? ഇതിപ്പോൾ എന്താ ഇപ്പോൾ ഇത്ര ചെയ്യാമെന്ന് വിചാരിക്കും എല്ലാവരും. പക്ഷെ ഞാൻ ചെറുപയറാണ് ഫില്ലിംഗ് ആയിട്ട് ഉപയോഗിക്കുന്നത്. സാധാരണ നമ്മൾ ശർക്കരയും തേങ്ങയൊക്കെ ആണല്ലോ. അപ്പോൾ ഇത് കുറച്ചും കൂടി ഹെൽത്തി ആയിട്ട് ഉള്ളൊരു കൊഴുക്കട്ടയാണ്. ഞാൻ ചെറുപയറാണ് ഫില്ലിംഗ് ആയിട്ട് വെച്ചിട്ടുള്ളത്. ഇതെങ്ങനെയാണ് ഉണ്ടാക്കാൻ നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ 2 ശർക്കര ഉരുക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. സാധാരണ നമ്മൾ വാങ്ങിക്കുന്ന ശർക്കര തന്നെ, അത് ഞാൻ 2 എണ്ണമാണ് എടുത്തിട്ടുള്ളത്. ചെറിയ ക്വാണ്ടിറ്റിയിലാണ് ഞാൻ ചെയ്യുന്നത്. ഒരുപാട് എണ്ണമൊന്നുമില്ല, ഒരു 6-7 എണ്ണമൊക്കെ ഉള്ളൂ. ശർക്കര ഉരുക്കി കഴിഞ്ഞിട്ട് ഞാനത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റുകയാണ്. അതിൻ്റെ കല്ലൊക്കെ ഒഴിവാക്കിയിട്ട് വേണം കേട്ടോ. കല്ല് ഈ വെള്ളത്തിൻ്റെ താഴെയായിരിക്കും ഉണ്ടാവുക. അപ്പോൾ അത് ഒഴിവാക്കി ഞാൻ വേറൊരു പാത്രത്തിലേക്ക് ഒഴിക്കുകയാണ്. ഒരുപാട് വെള്ളം വേണ്ട, വെള്ളം കൂടാതെ നോക്കണം. ഇനി അത് ആ പാത്രത്തിൽ അതൊന്ന് ചൂടാക്കി വരുമ്പോൾ വേണം നമ്മൾ ബാക്കിയെല്ലാം ഇട്ട് കൊടുക്കാൻ. 1/2 കപ്പ് തേങ്ങ ചിരവിയതാണുള്ളത്. 1/2 കപ്പ് തേങ്ങ ചിരവിയത് ഇതിലേക്ക് ഇട്ട് കൊടുക്കണം. ചെറുപയർ മാത്രമല്ല, തേങ്ങയും ശർക്കരയൊക്കെ ഉണ്ട് കേട്ടോ. തേങ്ങയുടെ അളവ് കൂട്ടുക കുറയ്ക്കുകയൊക്കെ ചെയ്യാം. ഞാനിപ്പോൾ ചെയ്യുന്നതിലേക്ക് കറക്റ്റായിട്ട് വന്നിട്ടുള്ളത് ഇങ്ങനെയാണ്. 2 ശർക്കര, പരമാവധി വെള്ളം കുറച്ച് വേണം ശർക്കര ഉരുക്കാൻ. ഇപ്പോൾ ഇതുപോലെ അങ്ങനെ ഒരുപാട് വെള്ളം ഉണ്ടായി കഴിഞ്ഞാൽ നമ്മൾ ഒരുപാട് സമയം ഇത് വറ്റിച്ചെടുക്കാൻ വേണ്ടി നിൽക്കേണ്ടി വരും. അതുകൊണ്ട് വെള്ളം പരമാവധി കുറയ്ക്കുക. ഇത് ചെറുപയറാണ്. ചെറുപയർ 1/4 കപ്പ് ചെറുപയർ കുക്കറിൽ വേവിച്ചതാണ്. നന്നായിട്ട് തന്നെ വേവണം, എന്നാൽ വെന്ത് പൊടിഞ്ഞു പോകരുത്. ഇപ്പം ഞാൻ കൈ കൊണ്ട് അമർത്തുമ്പോൾ അങ്ങനെ പൊടിഞ്ഞു പോകുന്നുണ്ട്. അതല്ലാതെ പൊടിഞ്ഞു പോകരുത്. ഒരു നുള്ളു ഉപ്പിട്ടിട്ടാണ് വേവിച്ചത്. വേവിച്ച് കഴിഞ്ഞപ്പോൾ ഇത് 1/2 കപ്പ് ഉണ്ട്. 1/4 കപ്പ് ചെറുപയർ വേവിച്ചപ്പോൾ 1/2 കപ്പായിട്ടുണ്ട്. ഒട്ടും വെള്ളമില്ലാതെയാണ് ഇപ്പോൾ ഉള്ളത്. പാകത്തിന് വെള്ളം ഒഴിച്ചാൽ മതി. 1/4 കപ്പ് ചെറുപയറിലേക്ക് 1/2 കപ്പ് വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ കറക്റ്റായിട്ട് വെള്ളം വറ്റി കിട്ടും. കുക്കറിൽ വേവിച്ചതാണ്, വെള്ളത്തിലിടൊന്നും വേണ്ട. കറക്റ്റായിട്ട് വേവിച്ചെടുക്കുക. നമ്മൾ ചെറുപയർ കറിയൊക്കെ വെക്കുമ്പോൾ ആണെങ്കിൽ അതൊന്ന് കുറച്ചിങ്ങോട്ട് കോരി വെച്ചാലും മതി. അതാണ് ഏറ്റവും എളുപ്പം. നമ്മൾ കറി വെക്കുന്ന ദിവസങ്ങളിൽ അതൊന്ന് കുറച്ചിങ്ങോട്ട് മാറ്റി വെക്കുക. ഇല്ലെങ്കിൽ വെള്ളം അതിലുണ്ടെങ്കിൽ വറ്റിച്ചെടുത്താലും മതി. അല്ലെങ്കിൽ ഈ ശർക്കരയിലേക്ക് ഇട്ടതിന് ശേഷം വറ്റിക്കുക. പക്ഷേ കുറച്ചധികം സമയം എടുക്കും എന്നുള്ളൊരു പ്രശ്നമാണുള്ളത്. ശർക്കരയിലേക്ക് കടന്ന് വറ്റി വരണമല്ലോ. അപ്പോൾ ഒരു നുള്ളു ഉപ്പ് ഞാൻ ഇട്ടിട്ടുണ്ട്. അതിൽ ഉപ്പ് നിർബന്ധമൊന്നുമില്ല, മധുരമുള്ള ഐറ്റമാണ്. എങ്കിലും ഞാനൊരു നുള്ളു ഉപ്പ്, പേരിന് മാത്രം ഒരു നുള്ളു ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ തന്നെ ഞാൻ വെള്ളമൊക്കെ വറ്റിച്ചെടുത്തിട്ടുണ്ട്. ഇതുപോലെ നന്നായിട്ട് വെള്ളം വറ്റിച്ച് ഈ ശർക്കര ഇതിലേക്കൊക്കെ ഒന്ന് പിടിക്കണം. തേങ്ങയിലേക്കും അതുപോലെ ചെറുപയറിലേക്കൊക്കെ ഒന്ന് പിടിക്കണം. ഇനി ഇതിലേക്ക് ഫില്ലിംഗ് ഇപ്പോൾ അവിടെ റെഡിയായി. ഇനി നമ്മൾ മാവ് കുഴച്ചെടുക്കണം. ഞാൻ 1/4 കപ്പ് അരിപ്പൊടിയാണ് എടുത്തത്. നമ്മൾ പത്തിരിപ്പൊടി ഉണ്ടല്ലോ, സാധാരണ പത്തിരി നൂൽപുട്ടൊക്കെ ഉണ്ടാക്കുന്ന പൊടി. 1/4 കപ്പ് എടുത്തത്. 1 കപ്പൊക്കെ എടുക്കാം, പക്ഷേ ഫില്ലിംഗ് കണ്ടപ്പോൾ എനിക്ക് തോന്നി 1/4 കപ്പ് മതിയെന്ന്. പാകത്തിന് ഉപ്പിട്ട് കൊടുത്തു. ഇനി നമ്മൾ തിളച്ച വെള്ളത്തിലാണ് കുഴച്ചെടുക്കേണ്ടത്. നല്ല തിളച്ച വെള്ളമാവണം. ഇതുണ്ടോ, തിളച്ചുകൊണ്ടിരിക്കുന്ന വെള്ളമാണ്. ഞാൻ അടുപ്പിൽ നിന്ന് ഇങ്ങോട്ട് എടുത്തതേ ഉള്ളൂ. ആ തിളച്ച വെള്ളത്തിൽ കുഴച്ചെടുക്കുക. സാധാരണ നമ്മൾ ചപ്പാത്തിക്ക് അല്ലെങ്കിൽ പത്തിരിക്കൊക്കെ കുഴക്കണ പോലെ കുഴച്ചെടുക്കുക. പത്തിരി സാധാരണ നൈസ് പത്തിരി ഉണ്ടാക്കുമ്പോൾ നമ്മൾ അടുപ്പിലേക്ക് അങ്ങ് തിളച്ച വെള്ളത്തിലേക്ക് ഇട്ട് വാട്ടിയെടുക്കുകയാണ് ചെയ്യുക. പക്ഷേ ഇത് നമ്മൾ തിളച്ച വെള്ളം ഇങ്ങോട്ട് പൊടിയിലേക്ക് ഒഴിക്കുകയാണ് ചെയ്യുന്നത്. ചപ്പാത്തിക്ക് കുഴക്കണ പോലെ നന്നായിട്ട് കുഴച്ചെടുക്കുക. ഒരുപാട് ലൂസാവാതെ ശ്രദ്ധിക്കണം. ലൂസായി കഴിഞ്ഞാൽ കൊഴുക്കട്ട വേവുമ്പോൾ അത് പൊട്ടാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നല്ല ടൈറ്റായിട്ട് തന്നെ കുഴച്ചെടുക്കുക. നല്ല ചൂടുള്ള സമയത്ത് കുഴക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും. പക്ഷേ ഒരുപാട് ചൂടാറിക്കഴിഞ്ഞാൽ ഇത് കുഴച്ചെടുക്കാൻ അതിലേറെ ബുദ്ധിമുട്ടാണ്. കാരണം ഇതിങ്ങനെ ഒട്ടി വരില്ല ശരിക്ക്. ആ ചൂടോടെ തന്നെ, ഒരിളം ചൂടോടെ തന്നെ, വലിയ ചൂട് ആറിയാലുടൻ അത് കുഴച്ചെടുക്കുക. നന്നായിട്ട് കുഴച്ചതിന് ശേഷം നമ്മൾ പത്തിരിക്കൊക്കെ കുഴക്കണ പോലെ നന്നായിട്ട് കുഴച്ചിട്ട് കയ്യിൽ കുറച്ച് എണ്ണയാക്കി, ഇപ്പോൾ എൻ്റെ കയ്യിൽ കുറച്ച് എണ്ണയാക്കിയിട്ടുണ്ട്. എണ്ണയാക്കിയിട്ട് നമ്മൾ ഒരേ വലിപ്പത്തിലുള്ള ബോൾസാക്കി എടുക്കുക. 1 കപ്പ് പൊടിയാണ് എടുക്കുന്നതെങ്കിൽ നമുക്ക് കറക്റ്റായിട്ട് 8 കൊഴുക്കട്ടയാണ് കിട്ടുക. വലുപ്പമൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് തീരുമാനിക്കുക കേട്ടോ. ഞാനിപ്പോൾ വലുപ്പം കൂടി തോന്നിയപ്പോൾ എല്ലാത്തൊന്നും ചെറിയ ഓരോ പീസ് മുറിച്ചിട്ടിട്ട് വേറെ ഒരെണ്ണം കൂടി ഉണ്ടാക്കി. അങ്ങനെ ഇപ്പോൾ എനിക്ക് ഒരു ഏകദേശം 7 എണ്ണമാണുള്ളത്. ഇതിപ്പോൾ 7 എണ്ണം ഉണ്ട്. 1 കപ്പാണ് എടുത്തതെങ്കിൽ കറക്റ്റായിട്ട് 8 എണ്ണം കിട്ടും. ഇപ്പോൾ 2-3 ആൾക്കാരൊക്കെ ഉള്ള വീടാണെങ്കിൽ 1 കപ്പ് എടുത്താൽ മതി. ഇനി കൊഴുക്കട്ട ഉണ്ടാക്കുന്നത് എങ്ങനെയാണ് നോക്കാം. ഒരു ബോൾ എടുത്തിട്ട് ഇതുപോലെ ഇങ്ങനെ പരത്തുക. കയ്യിലിട്ടിട്ട് തന്നെ പരത്തിയാൽ മതി. വേറെ പരത്തുന്ന കുഴലോ അങ്ങനെയൊന്നും വേണ്ട. കയ്യിലിട്ടിട്ട് തന്നെ ചെറുതായിട്ട് ഇങ്ങനെ ഒന്ന് പരത്തിയെടുക്കുക. എന്നിട്ട് നമ്മൾ ഫില്ലിങ് വെക്കണം. അപ്പോൾ ഇതങ്ങനെ ഒരു ചെറുതായിട്ട് കുഴി പോലെ ആക്കി വെക്കുക. കയ്യിൽ തന്നെ വെച്ചിട്ട്. ഒരുപാട് കട്ടിയില്ലാത്തതാണ് കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടാവുക കേട്ടോ. ഒരുപാട് അരിമാവ് കുറച്ചിട്ട് വേണം ചെയ്യാൻ. അപ്പോൾ ഇത് തന്നെ വേണമെങ്കിൽ 8 എണ്ണം ആക്കാം. ഞാൻ പിന്നെ 7 എണ്ണം മതി എന്ന് വിചാരിച്ചു. കാരണം ഫില്ലിങ് ചിലപ്പോൾ തികഞ്ഞില്ലാന്ന് വരും.
ഞാൻ ഏകദേശം 3 സ്പൂണ് ഫില്ലിംഗ് ആണ് വെച്ചിട്ടുള്ളത്. 3 ടീസ്പൂൺ ഫില്ലിംഗ് ആണ് വെച്ചിട്ടുള്ളത്. ഫില്ലിംഗ് ഒക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യുക, കൂട്ടുക കുറയ്ക്കുകയൊക്കെ ചെയ്യുക. ഇനി ഇതിനെ നമ്മൾ എന്ത് ചെയ്യണം, കവർ ചെയ്തെടുക്കണം. ഫില്ലിംഗ് അതിൻ്റെ അകത്തേക്ക് നന്നായിട്ട് വെച്ച് കൊടുത്തിട്ട് ചുറ്റിനുള്ള ആ സൈഡൊക്കെ എടുത്തിട്ട് കൂട്ടി ഒട്ടിച്ച് കൊടുക്കണം. ഒട്ടിച്ച ശേഷം നന്നായിട്ട് ബോളാക്കിയിട്ട് പുറമേക്ക് ഒരിക്കലും അത് വരാത്ത രീതിയിൽ, മാത്രമല്ല നമ്മൾ ഇത് സ്റ്റീം ചെയ്തെടുക്കുകയാണ്. സ്റ്റീം ചെയ്യുന്ന സമയത്ത് നല്ല ചൂട് തട്ടുമ്പോൾ പുറമേക്ക് ഈ ശർക്കരയൊക്കെ ഒലിച്ച് വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നന്നായിട്ട് റൗണ്ട് ചെയ്ത് ഷേപ്പാക്കി എടുക്കുക. ഏത് വഴിക്ക് ഫില്ലിംഗ് അങ്ങ് കയറിപ്പോയി എന്ന് മനസ്സിലാവാൻ പാടില്ല. ആ ഒരു രൂപത്തിൽ വേണം ചെയ്തെടുക്കാൻ. പൊട്ടി ഒലിച്ചു കഴിഞ്ഞാൽ ആ വെള്ളത്തിലേക്ക് ശർക്കരയൊക്കെ ഒലിച്ചു പോയി കഴിഞ്ഞാൽ ഫില്ലിംഗ് ഒരു ടേസ്റ്റും ഉണ്ടാവില്ല. അപ്പോൾ ഇതുപോലെ നമ്മൾ റൗണ്ടാക്കി എടുക്കുക. എന്നിട്ട് ഫില്ലിങ് വെക്കുക. ഞാൻ 2 to 3 2-2.5 സ്പൂണൊക്കെ ഫില്ലിങ്ങാണ് വെച്ചിട്ടുള്ളത്. ഇതിങ്ങനെ മടക്കി ഒട്ടിച്ച് കൊടുക്കുമ്പോഴാണ് സൂക്ഷിക്കേണ്ടത്. മടക്കി ഒട്ടിച്ച് ഫില്ലിങ് പുറത്തേക്ക് വരാത്ത രീതിയിലാക്കും വേണം. ഏത് സൈഡിലൂടെ അതങ്ങ് വെച്ചു എന്ന് മനസ്സിലാവാത്ത രീതിയിൽ കണ്ടോ, നല്ല റൗണ്ടാക്കി എടുത്തിട്ടുണ്ട്. അകത്തേക്ക് ഇത് പോയ വഴിയൊന്നും കാണാത്ത രീതിയിൽ ഭംഗിയാക്കി എടുക്കുക. അപ്പോഴേ കാണാനും ഒരു ലുക്ക് ഉണ്ടാവുള്ളൂ. ഞാനിപ്പോൾ ഈ ചെയ്ത അളവിൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിപ്പോൾ ഒരു കറക്റ്റായിരിക്കും. ഈ ഫില്ലിങ്ങും ഈ മാവും കറക്റ്റായിരിക്കും. ഇനിയിപ്പോൾ 1 കപ്പ് പൊടി എടുത്താലും ഈ ഫില്ലിങ് തന്നെ മതിയാവും കേട്ടോ. 2 ടീസ്പൂൺ വീതം വെച്ച് കൊടുക്കുകയാണെങ്കിൽ 1 കപ്പ് പൊടി എടുത്താലും കറക്റ്റായിരിക്കും. ഇതുപോലെ ഇങ്ങനെ റൗണ്ടാക്കി എടുക്കണം. സൈഡൊക്കെ നോക്കുമ്പോൾ ശരിക്കും നമ്മളിങ്ങനെ ഉരുട്ടിയതാണെന്ന് മനസ്സിലാവാത്ത രീതിയിൽ വേണം ചെയ്യാൻ. നല്ല വൃത്തിയായിട്ടിരിക്കും. ഈ ഫില്ലിങ് ശരിക്കും നമ്മൾ കൊഴുക്കട്ട അല്ലാതെ തന്നെ വെറുതെ കഴിച്ചു നോക്കാൻ നല്ല ടേസ്റ്റാണ്. കാരണം ചെറുപയർ നമ്മൾ സുഖിയനൊക്കെ കഴിക്കൂലേ, അതുപോലെ. ഇനി സ്റ്റീം ചെയ്തെടുക്കുകയാണ്. ഞാൻ ഇഡ്ഡലി തട്ടിലാണ് വെച്ചത്. കുറേ അധികമൊക്കെ ഉണ്ടെങ്കിൽ ശരിക്കും എളുപ്പം ഇതാണ്. എങ്ങനെയായാലും കുഴപ്പമില്ല. എങ്ങനെയായാലും ഇതിലേക്ക് ആവി കയറി വേവിക്കണം. ഞാനിപ്പോൾ 4 താഴെയും വെച്ചു, 3 അതിൻ്റെ മുകളിലും വെച്ചു. ഇഡ്ഡലി കുക്കറിൽ സ്റ്റീം ചെയ്തെടുക്കുകയാണ്. ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു 10 മിനിറ്റൊക്കെ മതിയാവും. ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് വിസിൽ വരുമ്പോൾ നമ്മൾ കുറച്ച് വയ്ക്കുക. എന്നിട്ടൊരു 10 മിനിറ്റ്. ഇപ്പോൾ ഞാൻ തുറന്നു കഴിഞ്ഞു. എല്ലാം നല്ല പെർഫെക്റ്റായി വന്നിട്ടുണ്ട്. ഒരെണ്ണം പോലും പൊട്ടിയിട്ടുമില്ല. ഞാനൊന്ന് മുറിച്ച് കാണിച്ചതാണ് അകം എങ്ങനെയുണ്ട് എന്നുള്ളത്. ഒരെണ്ണം പോലും പൊട്ടിയിട്ടില്ല. കാരണം അത്രയും ഇതായിട്ട് വേണം നമ്മൾ ചെയ്ത് കൊടുക്കാൻ. അപ്പോൾ കൊഴുക്കട്ട സാധാരണ ശർക്കരയും തേങ്ങയും വെച്ച് എല്ലാവരും ചെയ്യുന്നതായിരിക്കും. ഈ രീതിയിലൊന്ന് ഉണ്ടാക്കി നോക്കുക. വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്